+1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു. ഒരുപാട് കുട്ടികൾക്കാണ് കിട്ടിയിട്ടില്ല എന്ന സങ്കടത്താൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഈ കുട്ടികളോട് മാത്രമായിട്ട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആരാണ് നിങ്ങളോട് കിട്ടില്ല എന്ന് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളോട് ഞാനടക്കം പറഞ്ഞിരിക്കുന്നത് കാത്തിരിക്കാനാണ്. സർ, +1 ട്രയലിലും വന്നിട്ടില്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും വന്നിട്ടില്ല, ഫുൾ A+ ഉണ്ട്, 9 A+ ഉണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് സർ കിട്ടാത്തത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ശരിക്ക് ഞാനല്ല തരേണ്ടത്, അത് ഗവൺമെൻറ്റാണ്. എങ്കിലും എൻ്റെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയും മതവും പഠിച്ച സ്കൂളിൽ നിന്ന് എത്രത്തോളം നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ്. അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. 10ലാണ് ആ വാല്യൂ നോക്കുക. 10 ഒരു 9 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. ആ ഒരു വാല്യൂവിനെ പറയുന്ന പേര് WGPA ആണ്. ഈ WGPയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നത്. നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ കുട്ടികൾക്ക് അത് കിട്ടാത്ത അവസ്ഥ ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ഇനി കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാനിപ്പോൾ തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഇതേപോലെ ഒരു അവസ്ഥ തുടരും. നിങ്ങൾക്ക് കിട്ടാം, കിട്ടാതിരിക്കാം. പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റിന് തീർച്ചയായിട്ടും നിങ്ങളുടെ റാങ്കും ലാസ്റ്റ് റാങ്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിലും ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടാൻ ചാൻസ് കൂടുന്നുണ്ട് എന്ന് സാറ് പറയാൻ കാരണം, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്താണ് VHSCയുടെ അലോട്ട്മെൻറ്റ് വരും, കമ്മ്യൂണിറ്റി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വരും, അതോടൊപ്പം തന്നെ സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, ഇത്തരം കോട്ടകളിലേക്കൊക്കെയുള്ള അഡ്മിഷൻസ് നടക്കുന്നത് ജൂൺ 12 ശേഷമാണ്. സോ ജൂൺ 12 സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇനിയും ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല. തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയം ജൂൺ 21 തൊട്ട് മുന്നെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ജൂൺ 12 ശേഷം നിങ്ങളെപ്പോലെ ഒരുപാട് കുട്ടികൾ മെറിറ്റ് കോട്ട HSC വഴിയും അതുപോലെ തന്നെ മെറിറ്റിലെ കമ്മ്യൂണിറ്റി കോട്ട വഴിയും അഡ്മിഷൻസ് നേടുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലൂടെയും കുട്ടികൾ കയറും. VHSCയിൽ ചിലപ്പോൾ ഇപ്പം VHSCയിൽ അഡ്മിഷൻ എടുക്കേണ്ട എന്ന് തീരുമാനിച്ച പല കുട്ടികളും തേർഡ് അലോട്ട്മെൻറ്റോടുകൂടി അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റോടുകൂടി ആ VHSCയിലും അഡ്മിഷൻ എടുത്തേക്കാം. അങ്ങനെ പല കോട്ടകളിലേക്കും കുട്ടികൾ പോകുമ്പോൾ നിങ്ങളുടെ HSCയിൽ തന്നെ ഉണ്ടായിരുന്ന ഈ കുട്ടിയും അങ്ങനെ പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 5ാമത്തെ ഓപ്ഷനിൽ ആ കുട്ടിയുടെ 5ാമത്തെ ഓപ്ഷനിലാണ് ആ കുട്ടിക്ക് ഒരു സ്കൂളിൽ കിട്ടിയിട്ടുള്ളത് എങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ മറ്റൊരു സ്കൂളിൽ കിട്ടിയേക്കാം. തേർഡ് അലോട്ട്മെൻറ്റോടുകൂടി ഈ കുട്ടി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീറ്റ് ചിലപ്പോൾ കമ്മ്യൂണിറ്റി വഴി കിട്ടിയെന്ന് കൂട്ടുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ കുട്ടി HSCയിൽ നിന്ന് കമ്മ്യൂണിറ്റി കോട്ട വഴി തനിക്ക് ലഭിച്ച സീറ്റുമായിട്ട് 2 വർഷം തുടരാൻ തീരുമാനിക്കും. അപ്പോൾ ആ കുട്ടിക്ക് ഓൾറെഡി കിട്ടിയ HSCയിലെ സീറ്റ് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യപ്പെടും. അപ്പോൾ ആ സീറ്റിലേക്ക് ആരെ പരിഗണിക്കും? നിങ്ങളെ പരിഗണിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടില്ലേ എന്ന ചോദ്യത്തിന് MS പറയാൻ പറ്റുന്ന ഉത്തരം തേർഡ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്തുകൊണ്ട് പറയുന്നില്ല? സെക്കൻഡ് അലോട്ട്മെൻറ്റ് തൊട്ടാണ് ഞാൻ ഈ പറഞ്ഞ കോട്ടകളിലേക്കുള്ള ഒരു വലിയ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, VHSCയിലൂടെയുള്ള അലോട്ട്മെൻറ്റ് സീറ്റുകൾ, ഇവകളെല്ലാം തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കുട്ടികൾ പല ഭാഗങ്ങളിലേക്ക് വ്യതിചലിക്കപ്പെടും. ആ സമയം HSCയിലെ ധാരാളം സീറ്റുകൾ അവിടെ വാക്കൻസി ലിസ്റ്റിൽ കാണുകയും ചെയ്യും. ഈ വാക്കൻസി ലിസ്റ്റിലേക്കാണ് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ നടക്കുന്നത്. ആ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് ഒരുപക്ഷെ നിങ്ങളുടെ റാങ്ക് എത്തിയേക്കാം. ഇനി തേർഡോടുകൂടി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഉറപ്പിച്ചോളൂ, സപ്ലിമെൻ്ററി അത് കിട്ടാത്തവർക്ക് മാത്രം അപ്ലൈ ചെയ്യാനുള്ളതാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഓപ്ഷൻസുകൾ കൊടുത്തവർക്കൊക്കെ പല സ്കൂളുകളിലേക്കും കിട്ടിയേക്കാം. പക്ഷേ കുറഞ്ഞ ഓപ്ഷൻസുകൾ കൊടുത്ത്
തനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകൾ ഇത് മാത്രമാണെന്നും ഇതല്ലാതെ മറ്റൊരു സ്കൂളിൽ എനിക്ക് പോകാൻ കഴിയുകയില്ല എന്ന് തീരുമാനിച്ച കുട്ടികൾക്ക് അങ്ങനെ തന്നെ തീരുമാനത്തിൽ തുടരാം. നിങ്ങൾ കൊടുത്തത് തെറ്റിപ്പോയിട്ടില്ല. നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യുക എന്താണ് MS-ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഇനി അവസാനമായി നിങ്ങളുടെ പ്രതീക്ഷകൾ ഒരല്പം കൂടി കൂട്ടിത്തരാൻ ഒരു കാര്യം പറയട്ടെ. തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, ഈ കേരളത്തിലെ പല സ്കൂളുകളിലും 30% സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതാർക്കുള്ളതാണ്? അത് നിങ്ങൾക്കുള്ളതാണ്. ഇപ്പോൾ കിട്ടാത്തവർക്കും അത് പ്രയോജനപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് വെയിറ്റ് ഫോർ തേർഡ് അലോട്ട്മെൻറ്റ്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.